ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റർഡിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റർഡ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഫ്രൂട്ട് കസ്റ്റർഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മളിവിടെ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ടും നമ്മളൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു 1/4 കപ്പ് പാല് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ബാക്കി പാലിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാറ്റി വെച്ച പാലിലേക്ക് നമ്മൾ കസ്റ്റർഡ് പൗഡർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ പാലൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് നമ്മൾ സ്റ്റൗ ടോപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ പാലൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ കസ്റ്റർഡിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കസ്റ്റർഡിൻ്റെ മിക്സൊക്കെ പാലുമായിട്ട് ചേർന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വന്ന ശേഷം മാത്രമേ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുള്ളൂ. അതുവരെ നമ്മൾ തുടർച്ചയായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണേ. അതേ നമ്മുടെ കസ്റ്റർഡ് മിക്സ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി അത് തണുക്കാനായിട്ട് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി കുറച്ച് സമയം ഒന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കളറിലെ മുന്തിരിയും ആപ്പിളും ബനാനയും പോംഗ്രനേറ്റും ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമ്മൾ ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റർഡ് മിക്സ് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ആ ഒരു കസ്റ്റർഡ് മിക്സിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് മുഴുവനായിട്ട് നമ്മുടെ ആ ഒരു കസ്റ്റർഡ് മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് കഴിക്കാൻ നേരം അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ ആറിക്കഴിഞ്ഞാണ് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊരു 4 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ സമയം വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അങ്ങനെ ദേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു ഐസ്ക്രീം ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ബൗളിലേക്ക് സെർവ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് പോംഗ്രനേറ്റും കൂടെ അതിന് മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോംഗ്രനേറ്റ് ഇടുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. അങ്ങനെ നമ്മുടെ അടിപൊളി ഫ്രൂട്ട് കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.